നോക്കച്ചാ, ഈ വിലക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടി. സാധാരണക്കാരെ മനസ്സിലാക്കി സാധാരണക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഇവിടെയും ഇല്ലേ? ലൈബ വെഡിങ് സെന്റർ അല്ലേ? കറക്റ്റ്. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. കാളികാവ് പുഴയിൽ ചെങ്കോട് പൂവത്തിക്കുണ്ടിലെ പുഴയിടിഞ്ഞ വീടുകൾ ഭീഷണിയായ സംഭവത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് സിപിഎം കാളികാവ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതാക്കൾ പ്രദേശം സന്ദർശിച്ചു. പുഴയ്ക്ക് സംരക്ഷണ ഭിത്തി കെട്ടി പുഴയുടെ തീരം ഇടിയുന്നത് തടയാൻ പദ്ധതികൾ തയ്യാറാക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ 2 പ്രളയങ്ങളോടെയാണ് ചെങ്കോട് പൂവത്തിക്കുണ്ടിൽ പുഴ തീരമിടിച്ചിൽ തുടങ്ങിയത്. ഇപ്പോൾ ശക്തമായ മഴ പെയ്താൽ പുഴയിലെ മലവെള്ളപ്പാച്ചിലിന്റെ കുത്തൊഴുക്കിൽ തീരമിടിയുകയാണ്. ഇത് പ്രദേശത്തെ വീടുകൾക്ക് വലിയ തോതിൽ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. മഴക്കാലത്ത് രാത്രിയായാൽ ഭയമില്ലാതെ അന്തിയുറങ്ങാനാകാത്ത അവസ്ഥയിലാണ് ചെങ്കോട് പൂവത്തിക്കുണ്ട് നിവാസികൾ. പുഴയ്ക്ക് സംരക്ഷണ ഭിത്തി കെട്ടി ഈ കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷയൊരുക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് സിപിഎം നേതാക്കൾ ആവശ്യപ്പെട്ടു. പൂവത്തിക്കുണ്ട് പ്രദേശത്തുകാരുടെ ദുരിതങ്ങൾക്ക് അറുതി വരുത്താൻ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ചെങ്കോട് ഈ ഭാഗത്ത് ഈ പുഴയുടെ കര എടുത്തു പോകുന്ന ഈ പ്രശ്നം കുറേ കാലങ്ങളായിട്ട് ഇവിടെ അധിവസിക്കുന്ന ആളുകൾ പരാതിയുമായിട്ട് പോയതാണ്. ഇപ്പോൾ ഞങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടടക്കം വെക്കാമെന്നൊക്കെ പറഞ്ഞ് തടി തപ്പിയതാണ്. ഇവിടെ ഏറ്റവും വലിയ രൂക്ഷത എന്ന് പറയുന്നത് പുഴ ഇവിടെ വന്ന് തിരിഞ്ഞു പോവാണ്. പുഴ വന്ന് നേരെ കുത്തുന്നത് ഈ വീടിൻ്റെ ഭിത്തിയിലാണ് എന്ന് പറയുന്ന പോലെയാണ്. കാരണം അടിഭാഗം നല്ലപോലെ മണ്ണെടുത്ത് പോയിട്ടുണ്ട് ഈ വെള്ളത്തിൻ്റെ കുത്ത് ഒഴുക്കിൽപ്പെട്ടിട്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 5 വീടുകൾക്ക് വലിയ ഭീഷണി നേരിടുന്ന ഒരു പ്രദേശമാണിത്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ UDF ഭരിക്കുന്ന ഈ മണ്ഡലത്തിൻ്റെ MLAയും അതുപോലെ തന്നെ റവന്യൂ മന്ത്രിയുമായിട്ടുള്ള ശ്രീമാൻ അനിൽകുമാർ അവറുകൾ ഇത് വന്ന് സന്ദർശിച്ച് ഇതിന് അടിയന്തരമായിട്ട് ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് ഈ കുടുംബങ്ങളുടെ പ്രയാസം അകറ്റുന്നതിന് വേണ്ട തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സത്യത്തിൽ ഒരു 6 കുടുംബങ്ങൾ രാത്രി ഇവിടെ കടന്നുറങ്ങാൻ ഭയപ്പെട്ടിരിക്കുകയാണ്. അത്ര ഗുരുതരമായ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശം. ഇത് LC സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ MLA ആയിരുന്ന സമയത്തും മന്ത്രി ആയിരുന്ന സമയത്തും ഈ പഞ്ചായത്ത് ബോർഡും ഈ വിഷയം ഇന്നേ വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ തവണ ഫണ്ട് വെച്ചു എന്ന് വലിയ പ്രചരണം നടത്തി അതിൻ്റെ ഒരു പ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ CPIM പ്രത്യക്ഷ സമരത്തിനിറങ്ങും. ബന്ധപ്പെട്ട അധികാരികൾക്കും മന്ത്രിക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഞങ്ങൾ പരാതി നാളെ അയക്കുന്നുണ്ട്. CPM ലോക്കൽ സെക്രട്ടറി K. രാമചന്ദ്രൻ, NM ഷഫീഖ്, N. നൌഷാദ്, പഞ്ചായത്ത് അംഗങ്ങളായ MK ഷിഹാബ്, K. റിയാസ് പാലോളി, മുൻ വാർഡ് മെമ്പർ മുസ്തഫ, K. അലവി എന്നിവരുടെ നേതൃത്വത്തിലാണ് നേതാക്കൾ പൂവത്തിക്കുണ്ടിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.